ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലുടനീളം പരാജയപ്പെട്ടെങ്കിലും ഓപ്പണർ സഞ്ജു സാംസണിനെ പിന്തുണച്ച് പരിശീലകൻ ഗൗതം ഗംഭീർ. 5 ഇന്നിംഗ്സിൽ 51 റൺസ് മാത്രം നേടിയ സഞ്ജു 3 തവണ 2 അക്കം കാണാതെ പുറത്തായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്ക് മുൻപ് തുടർ സെഞ്ചുറികളിലൂടെ ഇന്ത്യൻ T20 ടീമിൽ സ്ഥാനം ഏറെക്കുറെ സഞ്ജു ഉറപ്പാക്കിയിരുന്നു. ഈഡൻ ഗാർഡൻസിലെ തുടക്കം കണ്ടപ്പോൾ സഞ്ജു ഇംഗ്ലണ്ടിനെതിരെയും തകർത്തടിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നിരുന്നാലും പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. പിന്നാലെ സഞ്ജുവിനെ പിന്തുണച്ച് ഗംഭീർ രംഗത്ത് വന്നു. കളിക്കാർ മോശം ഫോമിലൂടെ കടന്നു പോകുന്ന സമയം വരുമെന്നും മാനേജ്മെന്റ് അവരെ പിന്തുണയ്ക്കേണ്ടതുണ്ടെന്നും ഗംഭീർ മത്സരശേഷം പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചു. മത്സരത്തിൽ ഭയമില്ലാതെ ക്രിക്കറ്റ് കളിക്കാൻ താരങ്ങൾക്ക് പിന്തുണ നൽകുക എന്നതാണ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമെന്നും ഗൗതം ഗംഭീർ കൂട്ടിച്ചേർത്തു. അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറിയെ പരാമർശിച്ചുകൊണ്ടാണ് ഗംഭീർ ഇക്കാര്യവും സൂചിപ്പിച്ചതെങ്കിലും സഞ്ജുവിനടക്കമുള്ള പിന്തുണയാണിതെന്നാണ് ആരാധക പക്ഷം. മറ്റൊന്ന്, ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര T20 പരമ്പരയിലെ 5ാം T20 മത്സരത്തിനിടെ പരിക്കേറ്റ സഞ്ജു സാംസൺ 6 ആഴ്ച കളത്തിൽ നിന്ന് പുറത്ത്. വലതുകൈയിലെ ചൂണ്ടുവിരലിന് പൊട്ടലുള്ള താരത്തിന് 6 ആഴ്ചയാണ് വിശ്രമം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ രഞ്ജി ട്രോഫി ക്വാർട്ടർ മത്സരം താരത്തിന് നഷ്ടമാകും. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ ചികിത്സയ്ക്ക് ശേഷമാകും സഞ്ജു സാംസൺ ഇനി ട്രെയിനിങ് ആരംഭിക്കുക. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കളിക്കണമെങ്കിൽ താരത്തിന് നാഷണൽ ക്രിക്കറ്റ് അക്കാദമി അനുമതി വേണ്ടിവരും. 8 മുതൽ 12 വരെ ജമ്മുവിനെതിരെയാണ് കേരള ക്രിക്കറ്റ് ടീമിൻ്റെ രഞ്ജി ട്രോഫി മത്സരം. വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ 5ാം മത്സരത്തിൽ ബാറ്റിങ്ങിനിറങ്ങിയ താരം 2ാം ഇന്നിംഗ്സിൽ വിക്കറ്റ് കീപ്പിങ്ങിന് സഞ്ജു ഇറങ്ങിയിരുന്നില്ല. താരത്തിന് പകരം ധ്രുവ് ജുറലാണ് കീപ്പിങ്ങിന് ഇറങ്ങിയത്. മത്സരത്തിൻ്റെ ആദ്യ ഓവറിലെ 3ാം പന്തിലാണ് താരത്തിന് വിരലിന് പരിക്കേറ്റത്. ജോഫ്ര ആർച്ചർ എറിഞ്ഞ പന്താണ് സഞ്ജു സാംസണിൻ്റെ വിരലിൽ ഇടിച്ചത്. ആദ്യ പന്തിൽ ആർച്ചറെ സിക്സറിന് പറത്തിയ സഞ്ജു ഫിസിയോ പരിശോധനയ്ക്ക് ശേഷവും മത്സരത്തിൽ ക്രീസിൽ തുടർന്നിരുന്നു.